അഖിൽ NRD ആ ചേട്ടന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന ന്യൂസ് വന്നപ്പോ എല്ലാരും വീഡിയോ ചെയ്ത പോലെ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ തെണ്ടിത്തരം കാണിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ആ ചേട്ടന്റെ ഭാര്യ ഒളിച്ചോടി പോയതിന് സന്തോഷിക്കുന്ന കുറെ ആൾക്കാര് ആദരാഞ്ജലികള് എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് ഇടുന്ന കുറെ ആൾക്കാര്, നിനക്കൊക്കെ എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദരാഞ്ജലികളൊക്കെ ഇടാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. വീട്ടിൽ നിന്നേ സ്വന്തം ഭാര്യയും പെങ്ങളും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒളിച്ചോടുമ്പോ നീ നിന്റെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ പുറത്ത് ആദരാഞ്ജലികൾ എഴുതിയിടണോ നാറി. ഹിലാൽ ബിൻ ഉമ്മർ, നല്ല പേരും. പോയി ചാവട പിശാശേ, നീയൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന എന്തിനാ? ഏ ഒരാളുടെ വിഷമത്തിന് അവൻ ആദരാഞ്ജലികളൊക്കെ ഇട്ട് പോസ്റ്റ് ഇട്ടേക്കുന്നു. എടാ വാഴേ, ജിമ്മിലൊക്കെ പോയി ഉരുട്ടിക്കേറ്റി നീ വെച്ചിട്ടൊന്നും കാര്യമില്ല. മനസാക്ഷി എന്ന് പറയുന്ന സാധനം കുറച്ചെങ്കിലും ഉണ്ടാവണം, എന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിന്നെ പോലെ മനസ്സിന് പകരം അവിടെ കല്ലും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് സ്വന്തം ഫാമിലിയിൽ ഇതുപോലുള്ള ന്യൂസ് ഉണ്ടായാൽ പോലും അതൊന്നും പുല്ല് വിലയായിരിക്കും. നീ നാളെ നിന്റെ ഭാര്യയുടെയും പെങ്ങടെ വരെ ഫോട്ടോ നീയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. അത്രയൊക്കെ ഉള്ളടാ നിന്റെ ഒക്കെ മനസ്സ്. അല്ലെങ്കിൽ നിനക്ക് ഇമാതിരി ചെറ്റത്തരം കാണിക്കാൻ തോന്നത്തില്ല. പിന്നെ ആ ഓടിപ്പോയവള് മേഘ അനുഭവിച്ചോളും. ഒരു കുറച്ച് നാള് കഴിയുമ്പം ഈ കുറച്ച് നാളത്തെ പരിചയമല്ലോ അവനുമായിട്ട്. എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് ഒരാളെ കാണുന്നത് പോലെയോ സംസാരിക്കുന്നത് പോലെയോ ആയിരിക്കത്തില്ല ആ വ്യക്തി റിയൽ ലൈഫില്. അത് അധികം വൈകാതെ നിനക്കൊക്കെ മനസ്സിലാവും. അപ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. ഈ ഫോണിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പം അവരുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കൂടെ ജീവിച്ച് തുടങ്ങുമ്പം അയാളുടെ യഥാർത്ഥ സ്വഭാവവും അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നിനക്ക് മനസ്സിലാവും. അന്ന് നീ ഇരുന്ന് കരയും. അത് കാണും ബാക്കിയുള്ള ആൾക്കാര്. അതുവരെ ഉള്ളു നിന്റെ സന്തോഷം. ഇതുപോലെ പോയ കുറെ ആൾക്കാരെ തിരിച്ചു വരുമ്പോ അയ്യോ എനിക്ക് അവന്റെ കൂടെ പോണ്ടേ എന്ന് പറഞ്ഞ കാരണം നിലവിളിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെയോ അതേ നടക്കത്തുള്ളൂ. കുറച്ച് നാള് കഴിയുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും. അന്ന് ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ നിനക്ക് മനസ്സിലാവും. അതിനാണ് ആൾക്കാർ കാത്തിരിക്കുന്നത്, ഞാനും കാത്തിരിക്കുന്നത്. ഇപ്പുറത്തെ ജീവിക്കുമ്പം അക്കരെ പച്ച എന്ന് പലർക്കും തോന്നും. തോന്നല് മാത്രമാണ്, വെറും തോന്നല്. മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ ചതിച്ചിട്ട് അയാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് വേറൊരു രീതിയിൽ പോയി കഴിയുമ്പം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. മനസ്സിലാവാതെ എവിടെയും പോവാനൊന്നും പോകുന്നില്ല. ഇവിടെ എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോ പോയി പറയാൻ സ്വന്തം വീട്ടുകാരോടെങ്കിലും പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പൊ നീ പോയില്ലേ, അവന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്ന നേരം തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളില്ലാണ്ട് നീ കഷ്ടപ്പെടും. സ്വന്തം വീട്ടുകാര് പോലും കൈയൊഴിഞ്ഞല്ലോ. ഇനി വരുന്നതൊക്കെ ഇനി അവൻ തല്ലിയാലും കൊന്നാലും ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങ് അനുഭവിക്കുക. താങ്ങാൻ പോലും ഒരാളൊന്നും നിനക്ക് ഉണ്ടാവാൻ പാടില്ല. അതിപ്പോ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ പോലും കൂടപ്പിറപ്പായിട്ടാണെങ്കിൽ പോലും ഒരെണ്ണം പോലും നിനക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. നീ ഒരുത്തി കാരണം ആ മനുഷ്യൻ ഇന്നും അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ. നാട്ടുകാരാണേലും വീട്ടുകാരാണേലും കുടുംബക്കാരാണേലും ആ മനുഷ്യനെതിരെ തിരിഞ്ഞിട്ട് പോസ്റ്റ് വരെ ഇടുന്നുണ്ട്. സായി ചേട്ടന്റെ ഒക്കെ ഒരു വോയിസ് ഞാൻ കേട്ടായിരുന്നു. ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങ് സന്തോഷിക്കുക ഓടിപ്പോയെന്ന് പറഞ്ഞിട്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ന് ആ മനുഷ്യനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അനുഭവിച്ചിട്ടേ പോവത്തുള്ളൂ. നീ ഇവിടെ കിടന്ന് തന്നെ അനുഭവിക്കണം. കുറെ കാലം കഴിയുമ്പം, അല്ലെങ്കിൽ കുറെ കാലമൊന്നും കഴിയണ്ട, കുറച്ച് നാള് കഴിയുമ്പം നിനക്ക് തന്നെ മനസ്സിലാവും എന്താണ് നീ ചെയ്തതെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എല്ലാരും. അതുവരെ ഓൾ ദ ബെസ്റ്റ്. നീ ഇരുന്ന് സന്തോഷിക്ക്. കാണണം സന്തോഷം എത്ര നാൾ വരെ കാണുന്നുള്ളത്. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നീ വന്ന് പറയണം ആ മനുഷ്യന് എന്താണ് കുറവ് എന്നുള്ളത്. കുറെ അവിഹിതങ്ങളുണ്ട് എന്നൊക്കെ നീ പോലീസ് സ്റ്റേഷനിൽ എങ്ങാണ്ട് പറഞ്ഞെന്നൊക്കെ കേട്ടായിരുന്നു. തെളിവ് വെച്ചിട്ട് നീ സംസാരിക്കേ. തെളിവ് വെച്ചിട്ട് നീ ആൾക്കാരുടെ മുന്നിൽ തെളിയിക്കേ എന്താണ് ആ ചേട്ടന്റെ കുഴപ്പമെന്നുള്ളത്. അപ്പൊ വിശ്വസിക്കാം. പിന്നെ ആദരാഞ്ജലി പോസ്റ്റ് ഇട്ടെന്ന് ആരുടെ അടുത്ത് എടാ പോയി ചാവട. നീ ഒന്നും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട,
കുടുംബക്കാർക്കും വേണ്ട എന്നുള്ള അവസ്ഥയിലായിരിക്കും നീയൊക്കെ ജീവിക്കുന്നത്. അതിന്റെ കൊണമാണ് നീയൊക്കെ കാണിക്കുന്നതും. അല്ലെങ്കിൽ ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കാൻ നിനക്കൊന്നും തോന്നത്തില്ലല്ലോ. ശരി എന്നാ.